നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി ചോറ്റാനിക്കരയിൽ 19-കാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി അനൂപിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഇയാൾ നടത്തിയിരിക്കുകയാണ്. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതി അനൂപിനെ ഹാജരാക്കുക. അനൂപിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ബലാത്സംഗത്തിനും വധശ്രമത്തിനും പ്രതിക്കെതിരെ കേസെടുത്തു. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് ആയി. ഇതാണ് പ്രകോപനത്തിന് കാരണമായത് എന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. കഴുത്തിൽ ഷോൾ മുറുകി തുടർന്നുണ്ടായ പരിക്കുകളാണ് പെൺകുട്ടിയുടെ നില വഷളാക്കിയത്. തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചു. പെൺകുട്ടിയെ മർദ്ദിച്ചുവെന്നും ഇതേ തുടർന്ന് പെൺകുട്ടി ഷോൾ കഴുത്തിൽ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുമെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ പെൺകുട്ടിയെ അനൂപ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. സാധിക്കാതെ വന്നതോടെ അടുക്കളയിൽ പോയി കത്തിയെടുത്ത് കൊണ്ടുവന്ന് ഷാൾ മുറിച്ചു. താഴേക്ക് വീണ പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു. ഇതോടെ അനൂപ് വായും മൂക്കും പൊത്തിപ്പിടിച്ചു. ഇത് പെൺകുട്ടിയുടെ നില വഷളാകാൻ കാരണമായി. എന്തായാലും എറണാകുളം ചോറ്റാനിക്കരയിലാണ് വീടിനുള്ളിൽ അവശനിലയിൽ യുവതിയെ കണ്ടെത്തിയത്. യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഈ കുട്ടിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അർദ്ധനഗ്നയായ നിലയിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പീഡന ശ്രമം അടക്കം പോലീസ് സംശയിച്ചിരുന്നു. ഒരു ബന്ധുവാണ് പെൺകുട്ടിയെ ഇത്തരത്തിൽ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഈ ഒരു രീതിയിൽ കണ്ടത്. ഈ സമയം വീട്ടിൽ അമ്മയുണ്ടായിരുന്നില്ല. പിതാവ് കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത്. ബന്ധു ഉടൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ മർദ്ദനത്തിന് ഇരയായി എന്നായിരുന്നു തുടക്കത്തിലൊക്കെ സംശയിച്ചിരുന്നത്. അത് ശരിവയ്ക്കുന്ന വിധം തന്നെ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പെൺകുട്ടി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. കുട്ടിക്ക് ബോധം തെളിഞ്ഞാൽ പോലീസ് മൊഴിയെടുക്കും. 2021 പോക്സോ കേസ് അതിജീവിത കൂടിയാണ് യുവതി. മാത്രമല്ല, ഈ പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. തലച്ചോറിൽ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആൺ സുഹൃത്തിനെ ഭയന്നാണ് വീട്ടിൽ നിന്ന് മാറി നിന്നതെന്നും ഇയാൾ മുൻപ് പലതവണ പെൺകുട്ടിയെ ആക്രമിച്ചിട്ടുണ്ടെന്നും സ്ഥിരമായി ഇയാൾ വീട്ടിൽ എത്താറുണ്ടെന്നും ഇയാൾക്കെതിരെ നേരത്തെയും പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് താൻ വീട്ടിൽ നിന്ന് മാറി നിന്നതെന്നും തന്നെ കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അമ്മ പ്രതികരിക്കുകയുണ്ടായി.